സ്വാഗതം. സായന്ന ടാരോ കാർഡ് റീഡിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് നമുക്ക് മാലാഖമാർ തരുന്നത്, യൂണിവേഴ്സ് തരുന്നതാണ് ചോദിക്കുന്നത്. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് താങ്കളുടെ കറൻറ്റ് എനർജിയാണ്. ഈ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ താങ്കൾ എന്താണ് കാണാത്തത് എന്നുള്ളതാണ്. നമ്മൾ അറിയാത്ത കാര്യം എന്ന് പറയും. എന്താണ് ഇപ്പോഴത്തെ താങ്കളെ പിടിച്ച് വലിക്കുന്നത്, ഇതും താങ്കൾ അറിയാത്തൊരു കാര്യമാണ്. എവിടേക്കാണ് ഇപ്പോൾ പോകാൻ സാധ്യത എന്നുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു കറൻറ്റ് എനർജി എന്ന് ഞാൻ ചോദിച്ചാൽ നമുക്ക് കാർഡ് എടുത്തപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. 5 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന രണ്ട് വ്യക്തികളെയാണ് കാണുന്നത്. അതിൽ വിജയിച്ച് നിൽക്കുന്ന ഒരുവനെയും കാണാം. അതായത് ഒരു അൺഫെയർ ബാറ്റിൽ, അതായത് ശരിയല്ലാത്ത രീതിയിൽ ഒരു ചതിച്ച് തോൽപ്പിച്ച സുഹൃത്തുക്കത്തിൽ ഒരാൾ നിൽക്കുമ്പോൾ ദുഃഖിച്ച് നിൽക്കുന്ന നമ്മളെയാണ് കാണുന്നത്. എന്താണ് നാം ഈ ഘട്ടത്തിൽ ഇപ്പോൾ അറിയാത്തത് എന്നാണ് ഞാൻ അടുത്ത കാർഡെടുത്ത് ചോദിക്കുന്നത്. അത് ഈ കാർഡ് നമുക്ക് പറഞ്ഞുതരും. ഇത് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അതായത് ഇപ്പോൾ ഈ കാർഡ് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, നമ്മൾ നമ്മുടെ ഫലപ്രാപ്തി എത്താനായിട്ട് കുറച്ചുകൂടി കാലം കാത്തിരിക്കണം. ഇതൊരു വെയിറ്റിങ്ങിൻ്റെ കാലമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തെങ്കിലും വിഷമിച്ചത് കാര്യമില്ല. യൂണിവേഴ്സ് തന്നെ പറയുന്നത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാം ഇയാൾക്ക് റിസൾട്ട് കിട്ടാനായിട്ട് ഇനി ഇയാൾ കാത്തിരിക്കണം. എന്താണ് ഇപ്പോൾ നമ്മൾ പുറകോട്ട് പിടിച്ച് വലിക്കുന്നതെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ എംപ്രസ് എന്ന് പറയുന്ന കാർഡാണ്. എംപ്രസ് എന്ന് പറയുന്ന സമൃദ്ധിയുടെ കാർഡാണ്, ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കളെ പിടിച്ച് വലിക്കുന്നത് സമൃദ്ധി, ക്രിയേറ്റിവിറ്റി, അതായത് നമ്മൾ അർഹിക്കുന്ന പല എനർജീസും നമ്മളിലേക്ക് വരുന്നില്ല. അതിന് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒരു യുദ്ധത്തിൽ തോറ്റുപോയി. എവിടേക്കാണ് നാം പോകുന്നത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാർഡാണ്. നിങ്ങൾ തന്നെ നോക്കുക. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. വളരെ മനോഹരമായിട്ടുള്ള കാർഡാണ്. സ്വന്തം കാലിൽ നിൽക്കുന്നൊരു വനിതയാണ് കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് നമ്മൾ വിഷമിച്ച് നിന്നിരുന്നത്, അവിടെ നിന്ന് ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ തോൽപ്പിച്ചവരെക്കാട്ടിലും വളരെ ഉയർന്നൊരു നിലയിലേക്ക് നമുക്ക് വരാനും അവരെ തന്നെ അസൂയപ്പെടുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനും പറ്റുന്നതാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ഇന്നത്തെ സന്ദേശം എന്ന് പറയുന്നത്. പ്രതീക്ഷയോടെ ഇരിക്കൂ, സന്തോഷമായിട്ട് ഉറങ്ങൂ, നമ്മുടെ ദിവസവും വരും. താങ്ക് യു വെരി മച്ച്. നമുക്ക് നാളെ രാവിലെ കാണാം.